ഹലോ, ഞാൻ ടാണിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ ആട്ടോ നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നല്ല മാഗ്നിസ്കേപ്സ്, നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ട്, കർട്ടൻ ഉണ്ട്, അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്, എല്ലാവരും ക്രോസ് സ്റ്റിച്ച് ചെയ്ത സിംഗിൾ ബെഡ്ഷീറ്റ് ഇല്ലേ, സിംഗിൾ ബെഡ്ഷീറ്റ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്രോസ് സ്റ്റിച്ച് ചെയ്ത സിംഗിൾ ബെഡ്ഷീറ്റ്സ് ഇതുവരെ ഇല്ലായിരുന്നു, പക്ഷെ ഇനി ഒത്തിരി ആൾക്കാർ ചോദിച്ചതുകൊണ്ട് മാത്രം, ഇത് കണ്ടോ നല്ല പൂവാട്ടോ, ചോദിച്ചുകൊണ്ട് മാത്രം സിംഗിൾ ബെഡ്ഷീറ്റ് ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അത് ആക്ച്വലി നമ്മുടെ പിള്ളേരുടെയൊക്കെ ഫംഗ്ഷൻ ഒക്കെ ഉള്ള ദിവസങ്ങളില്ലേ, നമുക്ക് ഇങ്ങനെ വിരിക്കാൻ നല്ലതാട്ടോ ഈ ക്രോസ് സ്റ്റിച്ചിന്റെ ബെഡ്ഷീറ്റ്. ഞാൻ അത്ര ആലോചിച്ചില്ല, ആക്ച്വലി സിംഗിൾ ബെഡ്ഷീറ്റിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ ബെഡ്ഷീറ്റ് ഇതുപോലെ വരും കേട്ടോ. 60x90 ഇഞ്ചസ് ആണ്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തിട്ട് 9 പൂക്കളുണ്ട്. ആ പൂക്കൾ ചെറിയ പൂക്കളൊന്നും അല്ല, നല്ല വലുതായിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് മെഷീനിൽ ചെയ്ത എംബ്രോയിഡറി ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് യെല്ലോ കളറും കൂടി ആയതുകൊണ്ട്, നല്ല മഞ്ഞ കളറും കൂടി ആയതുകൊണ്ട് നല്ല പ്രകാശിച്ചിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കുവേ. നല്ല മെറ്റീരിയലാണ്, ജക്കാർഡ് കോട്ടണിലെ മെറ്റീരിയലാണ്. നല്ല ഭംഗിയായിട്ടുള്ള ക്രോസ് സ്റ്റിച്ചിന്റെ കിങ് സൈസും അവൈലബിൾ ആണ്, ക്യൂൺ സൈസ് അവൈലബിൾ ആണ്, സിംഗിൾ അവൈലബിൾ ആണ്. അപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം സിംഗിൾ ആയിരിക്കും കേട്ടോ. ഇനി ക്യൂൺ സൈസ് കിങ് ഉണ്ട്, അത് നമ്മൾ ഓരോ ദിവസം നിങ്ങളെ കാണിച്ചു തരും. വെബ്സൈറ്റിലൊക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, വെബ്സൈറ്റിൽ ഫോട്ടോസ് നോക്കണം. നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്, ഇതെല്ലാം കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഡെയിലി യൂസ് കോട്ടൺ ബെഡ്ഷീറ്റ്, അതായത് നല്ല തിക്കായിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡെയിലി യൂസ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. സൈഡ് ബോർഡർ വരുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് വരും, നല്ല ഭംഗിയായിട്ട്. ഇതുണ്ട് നല്ല ഒരു എന്താ പറയുന്നത്, ആകാശത്തിൽ നമ്മുടെ പടക്കമൊക്കെ പൊട്ടത്തില്ലേ, പടക്കമല്ലല്ലോ, ഇങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ട് ആഘോഷത്തിനൊക്കെ നമ്മളിങ്ങനെ വെടിക്കെട്ടിന്റെ നല്ല പൂത്തിരി കമ്പിത്തിരിയൊക്കെ പോലെ ഇരിക്കും. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാട്ടോ. നല്ല വൈറ്റ് കളറും കൂടി ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിരിച്ചു കിടക്കുമ്പോൾ, അകലേന്ന് നോക്കുമ്പോഴും അടുത്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനിയുള്ളത് ഒരു പ്രത്യേക തരം കളറാണ്. ഈ കളർ ഏതാണെന്ന് സത്യത്തിൽ എനിക്ക് പറയാൻ നന്നായിട്ട് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെ എന്നെ ചില ആൾക്കാരൊക്കെ കളിയാക്കും, ഈ കളറൊന്നും അറിയത്തില്ലെങ്കിൽ എന്താ ഈ പറയുന്നതെന്ന് വല്ല വിചാരം ഉണ്ടോന്നേ. ആക്ച്വലി അങ്ങനെയല്ല, ചില കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല എന്ന് തന്നെ പറഞ്ഞു തരണം. ഇങ്ങനെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇത് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ നമുക്ക് കമന്റ് ബോക്സിലും അല്ലാതെ വാട്സപ്പിലൊക്കെ ഇടും, ഇതെങ്ങനെയാണ് ഇതിന്റെ കളറ്, ഇതിങ്ങനെയൊക്കെ ഉണ്ട് ചേച്ചി എന്നൊക്കെ പറയും. അപ്പൊ എനിക്കും പഠിക്കാമല്ലോ. സൈഡ് ബോർഡർ വന്നത്, എനിക്ക് ബെഡ്ഷീറ്റ് ക്വാളിറ്റി 100% പക്കയായിട്ട് കോട്ടൺ ബെഡ്ഷീറ്റ് തരാൻ എനിക്കറിയത്തുള്ളൂ കേട്ടോ. സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഗ്രേ കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ വരുന്ന കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. കിങ് സൈസിന്റെ മെഷർമെന്റ് വന്നിട്ട് 100x100 നോട്ട് 8 ഇഞ്ചസ് ആണ്. 100 എന്ന് പറയുമ്പം ഇഞ്ചസിലാണ്. അപ്പൊ നിങ്ങൾ ഇഞ്ചസിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ഈസി ആയിരിക്കും. അല്ലെങ്കിലും പറഞ്ഞു, നമ്മളത് നോക്കി എല്ലാം പറഞ്ഞു തരുവേ. പിന്നെ പില്ലോ കവറും നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആണല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിച്ചൊന്നും ഇരിക്കരുത്, നമ്മളോട് ചോദിച്ചാൽ മതി വാട്സപ്പിൽ. അപ്പൊ നമ്മളത് പറഞ്ഞു തരും കേട്ടോ. എല്ലാവരും എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ് അല്ലല്ലോ. നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയാലല്ലേ നമുക്ക് വലുതായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചെറുതും ചെയ്യുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവണം, വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. ഈ വലുതും ചെറുതെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ മനസ്സിന്റെ ഇഷ്ടങ്ങളാണ് കേട്ടോ. ഇനി നല്ല ചെക്ക് ഡിസൈൻ, എന്തായി കൊച്ചു പറയുന്നത്, ചെക്ക് ഡിസൈനിൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. നമുക്കിത് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ അല്ലേ, അപ്പൊ റെഡ് കളറിൽ നന്നായിട്ട് വിരിക്കാനും നല്ലതാ. എന്താ പറഞ്ഞ സാധാരണ അല്ലാത്ത ദിവസങ്ങളും വിരിക്കാൻ കൊള്ളാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കും ചേട്ടന്മാർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതാ എപ്പോഴും പൂ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് ചെക്ക് ആയിട്ടുള്ള ഡിസൈൻസും എല്ലാം അവൈലബിൾ ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു റെഡ് കളറാണ് കേട്ടോ. ഇനിയുള്ളത് അതിന്റെ 2 വലിയ പില്ലോ കവേഴ്സ്.
ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. റീസ്റ്റോക്ക് ചെയ്ത പീസുകളാണ്. എല്ലാവർക്കും ഇവന്മാരെ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കുഞ്ഞു ഡോഗീസ്, നല്ല എല്ലാ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. പല പല പേരുകളാണ്, ചോദിക്കരുത്. നമ്മൾ മനസ്സിൽ കണ്ട് ഇതിൻ്റെ എല്ലാം പേരുകളെല്ലാം ഓർത്തോണം കേട്ടോ. ഇത് കണ്ട് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല കളറാണ്. നേരത്തെ വന്നതിൻ്റെ എനിക്ക് തോന്നുന്ന ഓർമ്മയിൽ ഒരു ഗ്രേ കളറായിരുന്നു. ഇപ്രാവശ്യം ഈ ഒരു കളറാണ്, ഒരു ലൈറ്റ് ക്രീമിനേക്കാളും ഡാർക്ക് ക്രീം. നിങ്ങൾക്ക് എന്തായാലും വീഡിയോസിൽ കാണും ഇതിൻ്റെ കളേഴ്സൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല ഭംഗിയായിട്ടുള്ള, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവരെ. എനിക്കും ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് ഇങ്ങനത്തെ പ്രിന്റ്, ഇതുപോലെയുള്ള ആനിമൽ പ്രിന്റ്സ് ചിലവരെ ഒന്നും അത്ര ഇഷ്ടമില്ല. പക്ഷെ ഇവന്മാരൊക്കെ നല്ല സുഖം, നല്ല മിടുക്കര, നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റ് കേട്ടോ. ഇനിയുള്ളത് നല്ല രസത്തിലുള്ള ഷീറ്റാണ്. ഇതേണ്ട, നല്ല ഒരു ഫ്രൂട്ടാണ്, കിവി ഫ്രൂട്ടാന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ്, നല്ല ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പടമുള്ള, നല്ല ഇലകളുള്ള, വിരിച്ചിട്ടാ നല്ല പ്രകാശം ഉണ്ടാവും. അതേസമയം സൈഡ് ബോർഡർ ഈ കളറാകുമ്പോൾ കൂടുതൽ പ്രകാശം ഉണ്ടാവും. അത് തന്നെയല്ല, നമ്മുടെ അമ്മമാർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതിൽ ചെളി പറ്റിയാൽ ഒട്ടും അറിയത്തില്ല, കാരണം ഇത് ഫുൾ ഇലകളാണല്ലോ. ഇലകൾ ഇങ്ങനെ വിടർന്ന് കിടക്കും. ഇടയ്ക്കൊരു നല്ല ഫ്രൂട്ട് ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. വെബ്സൈറ്റിലൊക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, എല്ലാം തന്നെ നോക്കണം. പിന്നെ നമ്മുടെ ഓൺലൈനിൽ ഓർഡർ എടുക്കുന്ന നമ്പറാണ് താഴെ കിടക്കുന്ന വാട്സപ്പ് നമ്പറിൽ. ഇതിൽ നമുക്ക് എഴുതാനും നമ്മളോട് ചോദിക്കാൻ എഴുതാനൊക്കെ ചില സമയത്തൊന്നും ചിലർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഓൺലൈൻ വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ മതി. അപ്പോൾ എല്ലാത്തിനുള്ള മറുപടിയൊക്കെ തരും. അപ്പോൾ മാഗ്നിസ്കേപ്സിൻ്റെ കടയിൽ വരാൻ